ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള ഗവേണൻസ്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതുവരെ പി എസ് സി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പുകൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ SCERT പഴയ SCERT കമ്പൈൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രധാന നിയമങ്ങളും കൂടെ നോക്കണം. കാരണം അതിന് തൊട്ട് മുമ്പ് നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ, അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും കമ്മീഷൻസൊക്കെ അതിൽ വരുന്നുണ്ട്. ആ ഒരു ക്ലാസ്സും കൂടെ കണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ. കണ്ടുവെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ തൊഴിൽ വാർത്തയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടുവെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പി എസ് സി പഠിക്കുന്നവർക്കായിട്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് മുമ്പായിട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ട് SCERT NCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ തന്നെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചില്ല, NCERT ചോദ്യങ്ങൾ, NCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഒരു ക്ലാസ്സിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്, ഭരണഘടന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുവോളജി ഒരു ചാപ്റ്റർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വേൾഡ് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 2026 ചോദിച്ച ചോദ്യങ്ങൾ തൊട്ടിട്ട് ബാക്കിലോട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ കഴിഞ്ഞ ഈ 2026 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ കമ്മീഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ PVQ ചെയ്തപ്പോൾ 10th പ്രിലിംസിനൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. കുറച്ചുകൂടി D+2 എക്സാമിനും 10th മെയിൻസ് എക്സാമിനൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്. 1, 2, 3. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻസ് അല്ലേ. ഇനി എന്താണ് സർക്കാരിയ കമ്മീഷൻ? സർക്കാരിയ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഇടയിലുള്ള അധികാരത്തെക്കുറിച്ച് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സർക്കാരിയ കമ്മീഷൻ 1983 വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബൽവന്ത് റായ് കമ്മീഷനും അശോക് മേത്ത കമ്മീഷനും തുങ്കൻ കമ്മിറ്റിയും ഒക്കെ നമുക്ക് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ D ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയാണ്. നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. രണ്ടാമത്തെ മാത്രമാണ്. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചതാണ് ഈ രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് സഹായകമായിട്ടുള്ള ജീവിത ഉപകരണങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്. വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയൊക്കെ എന്താണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൽ വരുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെ കാലാവധി. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ഇത് നമ്മൾ ബോക്സിൽ അല്ലേ പഴയ SCERT കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? 2005 പ്രകാരം വിവരം എന്നത് പറയുന്നതിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് വരുന്നത്? വിവരത്തിൽ ഏതൊക്കെ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്? ഈ പറഞ്ഞ എല്ലാം വരുന്നുണ്ട് അല്ലേ? രേഖകൾ, ഇമെയിൽ, സർക്കുലർ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? എന്താണ് ക്വസ്റ്റ്യൻ? 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രത്യുത്ഥാനം പദ്ധതി. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വയോജനങ്ങൾക്കാണുള്ളതാണ് അല്ലേ സല്ലാപം മന്ദഹാസം. നെക്സ്റ്റ്, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സ്നേഹാരാമം പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇത് ഇന്ത്യൻ തന്നെയല്ല, കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ് പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുമതികൾ എന്നിവയൊക്കെ എന്താണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലോക് ഭവൻ എന്നാണ്. ലോക് ഭവൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 2 ആണ് തെറ്റ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാളും ഉയർന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു, അത് തെറ്റാണ്. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. ആയുർദൈർഘ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലും പറയുന്നത്. അതുപോലെ ആശ്വാസം എന്ന സംരംഭം ആർദ്ര മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആശ്വാസം ആർദ്ര മിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി.
കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു, ABG റാംജി എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. ആ സമയത്ത് ശരിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എത്രയാണ്? 125 ആണ് അല്ലേ. 125 വരുന്നത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നുണ്ട് കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി. അതും ശരിയാണ്. ഇനി പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിലെ ആദ്യഘട്ടത്തിൽ MGNREGS ആരംഭിച്ചത്. തെറ്റാണ് അല്ലേ. ഏതൊക്കെ ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്? ഏതൊക്കെ ജില്ലകളിലായിരുന്നു? പാലക്കാടും വയനാടായിരുന്നു അല്ലേ. പാലക്കാടും വയനാടുമായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ തെറ്റാണ് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു അല്ലേ. 1ഉം 2ഉം ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിരുന്നത്, പക്ഷേ ഇപ്പോൾ 125 തൊഴിൽ ദിനങ്ങളാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ്. അതുപോലെ പാലക്കാട്, വയനാട് ജില്ലയിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശ്രീ കെ സോമപ്രസാദ്. ആർദ്ര മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക എന്ന് പറയുന്നതാണ് കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്ര മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ ആണല്ലോ. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ശരിയാണോ? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. തെറ്റാണ് അല്ലേ. ആരാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ? ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ. ഇനി ആ സമയത്ത് ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു പരിസ്ഥിതി വകുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാറുണ്ട് ഈ ഒരു പദവി. അല്ലാതെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ല. ഇനി കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002-ൽ റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ പറയുന്ന 3 പ്രദേശങ്ങൾ 2002-ൽ റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. അതും ശരിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2ഉം 3ഉം ശരിയാണ്. മനസ്സിലായല്ലോ. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? UPSCയെ നിയമിക്കുന്ന ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CRT പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 3 മാത്രം. അതായത് രാഷ്ട്രപതിയാണ് UPSC അല്ലേ. UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ. ഭരണഘടനയുടെ 243K വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണല്ലോ. 243Kയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണോ? സംസ്ഥാന നിയമസഭയിലേക്കുള്ള മേൽനോട്ടമൊക്കെ വഹിക്കുന്ന ആരാണ്? തെറ്റാണ് അല്ലേ. ഇത്
സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, സംസ്ഥാന നിയമസഭയിലേക്കുള്ളത് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലുമല്ലാതെ ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലുമല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അത് ശരിയാണ്. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലുമല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാലാവധിക്ക് മുമ്പായിട്ട് ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. 1ഉം 3ഉം ശരിയാണ്. ഇവിടെ നമുക്ക് 243 കെയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയണതെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ളതാണെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൻ്റെ രീതിയിലല്ലാതെ തന്നെ നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റാൻ കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. ശരിയാണ്. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് രൂപീകൃതമായത്? കേരള സാക്ഷരതാ മിഷൻ രൂപീകൃതമായത്. ശരിയാണല്ലേ? ഇനി കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. തെറ്റാണ്. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 1ഉം 2ഉം ശരിയാണ്. അതായത് കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. ഇവിടെ സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ്. ചെയർമാൻ ചോദിക്കുകയാണെങ്കിലും ആരാണ്? മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അതും ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്ന ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. 7 ധനകാര്യ കമ്മീഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. അത് ശരിയാണോ? തെറ്റാണ് അല്ലേ? കാരണം 2017 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ 2017 തണ്ണീർത്തട ചട്ടങ്ങൾ പ്രകാരമാണ് ഇത് പുനഃസംഘടിപ്പിച്ചത്. അപ്പോൾ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനംവകുപ്പ് മന്ത്രിയാണ്. ശരിയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പരിസ്ഥിതി വനംവകുപ്പ് മന്ത്രിയാണ്. എന്നാൽ വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ചീഫ് സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പരിസ്ഥിതി മന്ത്രിയാണ്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അത് ശരിയാണ്. മെമ്പർ സെക്രട്ടറി ആരാണ്?
ഡയറക്ടർ നോക്കി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം തെറ്റാണ്. 2017 പ്രകാരമാണ് ഇത് പുനഃസംഘടിപ്പിച്ചത്. ചെയർമാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിസ്ഥിതി വനവകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ചീഫ് സെക്രട്ടറിയുമാണ്. ഇനി ഡയറക്ടർ പരിസ്ഥിതി വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് ഈ ഒരു തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് വരാം കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് വരാം. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുമ്പായി പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നു. അത് തെറ്റാണ്. കാരണം ഇത് നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല. പക്ഷേ ആർക്കാണുള്ളത്? പ്രസിഡന്റിന്, രാഷ്ട്രപതിക്കാണുള്ളത്. നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 2ഉം 3ഉം തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ഗവർണറാണ്. അതുപോലെ തന്നെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ 6 വർഷം 62 വയസ്സും. പിന്നെ നീക്കം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? വയോജന ക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. വയോജന ക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ശരിയാണ്. നെക്സ്റ്റ്, പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത്. തെറ്റാണല്ലേ. നമുക്കറിയാം വയോമിത്രമല്ല, ഏതാണ്? വയോമധുരമാണല്ലേ. വയോമധുരമാണ് പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. വയോജന ക്ഷേമത്തിനായിട്ട് രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത് കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത്. അത് ശരിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്നത്. തെറ്റാണല്ലേ. നവജീവൻ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? നവജീവൻ പദ്ധതി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്നത്. ഇനി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉറപ്പാക്കുക എന്നതാണ്. അതും തെറ്റാണല്ലേ. പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കാണ് അല്ലേ. നിർധനരായ ഭിന്നശേഷിക്കാർക്കുള്ളതാണ് പദ്ധതി കേട്ടോ. ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദീപ്തി എന്ന് പറയുന്നത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതുപോലെ തന്നെ നവജീവൻ പദ്ധതി എന്നാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പദ്ധതിയാണ്. ഇനി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന നിർധന ഭിന്നശേഷിക്കാർക്ക് സാമ്പത്തിക സഹായവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്?
ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ശരിയാണ്. 2005 നിലവിൽ വന്നു. തെറ്റാണ്. റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ. തെറ്റാണ് അല്ലേ. KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ എന്താണ് 2005 നിലവിൽ വന്നെന്ന് പറയുന്ന പ്രസ്താവന തെറ്റിയത്? എന്നാണ് നിലവിൽ വന്നത്? 2007 മെയ് 4 കേട്ടോ. 2007 മെയ് 4-നാണ് എന്ത് വരുന്നത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്നത്. ഇനി റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വരാം. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 2025 ചോദിച്ചിരിക്കുന്നത്. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 40%. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം 2025 സംസ്ഥാന വിഹിതം 40%. ഇനി കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കിൻഫ്ര. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 91-ാം ഭേദഗതി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സർക്കാരിയ കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് വന്ന കമ്മീഷൻ അല്ലേ. നെക്സ്റ്റ്, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണോ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ? ശരിയാണല്ലേ. ശരിയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. അതും ശരിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാ വരാ? എ അല്ലേ വരാ? ഓപ്ഷൻ എ ആണ് വരാ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഈ ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ എന്താണ്? സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിൻ്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഈ ഡിസ്ട്രിക്ട് സർവീസ് അല്ലേ. നമുക്കറിയാമല്ലോ അല്ലേ, ഈ ഡിസ്ട്രിക്റ്റിലൂടെയാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഓൺലൈനായിട്ട് ചെയ്യുന്ന വില്ലേജുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇനി സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴിയാണ് ലഭ്യമാക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ഈ ഡിസ്ട്രിക്റ്റ് വഴി ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്നേഹപൂർവ്വം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹപൂർവ്വം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. KSFE ആണ്. KSFE ആണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. ഏതിനാണ്? KSFEക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദിയ ബിനു പുളിക്കക്കണ്ടം. ദിയ ബിനു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തിരഞ്ഞെടുത്തത് എഴുതുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാലാമത്തെയാണ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഗവർണർ നിയമിക്കുന്നു എന്ന് പറയുന്നു. ആ പ്രസ്താവന തെറ്റാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക് ഭവൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണർ സംസ്ഥാന എക്സിക്യൂട്ടീവ് തലവനാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? സ്നേഹപൂർവം പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാതാവ് അല്ലെങ്കിൽ പിതാവ് രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്നത്. മാതാവ് അല്ലെങ്കിൽ പിതാവ് ഇവരെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ചുവടെ പറയുന്നതിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? കേന്ദ്ര സർവീസ് നമ്മൾ SCERTയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കേന്ദ്ര സർവീസുകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ റവന്യൂ സർവീസും എന്താണ്? കേന്ദ്ര സർവീസാണ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. അപ്പം 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. വനിതാ കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം 4 ആണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ശരിയാണോ? ശരിയാണല്ലേ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. തെറ്റാണ്. സുരക്ഷിത കേരളം എന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. അതും തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ആരാണെന്ന് പറഞ്ഞേ. ചെയർമാൻ ആരാണ്? ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മുഖ്യമന്ത്രിയാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രിയാണ്. ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ഇനി വൈസ് ചെയർമാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എന്തിനെയാണ് പറയുന്നത് മനസ്സിലായല്ലോ? ഏതിനെയാണ്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെയാണ് പറയുന്നത് അല്ലേ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ചെയർമാൻ? മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആണെന്നുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇനി സുരക്ഷിത കേരളം എന്ന് പറയുന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? സുരക്ഷിത കേരളം എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് സുരക്ഷിത കേരളം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണെന്നാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ദുരന്ത പ്രതിരോധ ശേഷിയുള്ള ഒരു കേരളത്തിലേക്ക് എന്ന് പറയുന്നതാണ്. എന്താണ്? ദുരന്ത പ്രതിരോധ ശേഷിയുള്ള ഒരു കേരളത്തിലേക്ക് എന്ന് പറയുന്നതാണ് ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. എന്താണ്? ദുരന്ത പ്രതിരോധ ശേഷിയുള്ള ഒരു കേരളത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ
2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു 11ാമത്തെ വകുപ്പ് അല്ലേ? അത് ശരിയാണ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 8ാം വകുപ്പ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ എട്ടാമത്തെ വകുപ്പിൽ പറയുന്നത് സംസ്ഥാനതല സമിതിയുടെ രൂപീകരണമാണ്. രൂപീകരണത്തെക്കുറിച്ചിട്ടാണ് 8ാമത്തെ വകുപ്പിൽ പറയുന്നത്. 5ാമത്തെ വകുപ്പിലാണ് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന 5ാമത്തെ വകുപ്പിലും 8ാമത്തെ വകുപ്പിൽ പറയുന്നത് സംസ്ഥാനതല സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നെക്സ്റ്റ് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത്. 2008 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നേരത്തെ നമ്മൾ പറഞ്ഞു 2008 അല്ല, 2017 തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ പ്രകാരമാണ് ഈ കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് അല്ലേ? 2017 തണ്ണീർത്തട ചട്ടങ്ങൾ പ്രകാരമാണ് എന്ത് വന്നത്? തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക. അപ്പോൾ എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടൽ K-സ്മാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. കാരണം സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് K-സ്മാർട്ട് ആരംഭിച്ചത്. പക്ഷേ ഇതെന്ന് പറയുന്നത് സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടിയിട്ടുള്ളതല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചതാണ്. ഇവിടെ നമുക്ക് സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്? ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത്. അതും തെറ്റാണ്. ആദിവാസി ജനതയ്ക്കുള്ളതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്നേഹയാനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്നേഹധാര എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹധാര ആദിവാസി ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹധാര. ധാരയാണ് വരുന്നത് കേട്ടോ. ധാരയാണ്, യാനമല്ല. ധാരയാണെന്ന് പറയുന്നത് ആരോഗ്യ സേവനങ്ങൾ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ സംരംഭമാണ് മന്ദഹാസം. അത് ശരിയാണ് അല്ലേ? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ സംരംഭമാണ് മന്ദഹാസം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി അല്ലേ വരാ? 1ഉം 2ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇവ ഉൾപ്പെടുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി അല്ലേ വരാ? കാണുന്നുണ്ടോ? ഓപ്ഷൻ ഡി ആണ്. ലോകസഭ, രാജ്യസഭ, പ്രസിഡൻ്റ് ആണ് അല്ലേ പാർലമെൻറ്റിൽ വരുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ താഴെ പറയുന്നവർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. ആരാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസിഡൻ്റ് ആണ് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടു തോന്നുന്നു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണമസ് ബോഡിയാണ്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. 10 അംഗങ്ങൾ അടങ്ങുന്നു. ചീഫ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണമസ് ബോഡി, മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, 10 അംഗങ്ങൾ അടങ്ങുന്നു. ചീഫ് സെക്രട്ടറിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? അയ്യങ്കാളി. ആൻസർ ഓപ്ഷൻ എ ആണ് വരാ. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 150 ദിവസത്തെ വേതന തൊഴിലാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും അവിദഗ്ധ കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട ജോലികളാണ്. പ്രധാനമായിട്ടും അവിദഗ്ധ കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട ജോലികളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കേരള സംസ്ഥാന IT മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. അവയിലേതാണ് ശരി? IT മിഷനുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ്. അതായത് കേരള സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ഏജൻസിയാണ്. ഡിജിറ്റൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് വരിക. അപ്പോൾ എന്താ പറഞ്ഞത്? കേരള സംസ്ഥാന IT മിഷനുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ഏജൻസിയാണ്. ഡിജിറ്റൽ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കേരളത്തിലെ വിധവകളുടെ വികസനത്തിനായുള്ള സർക്കാർ പദ്ധതികൾ? വിധവകളുടെ വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്? അഭയകിരണം, അതുപോലെ തന്നെ പടവുകൾ. അഭയകിരണം, പടവുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ സ്ഥിരം ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ സ്ഥിരം ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ആണ്. കേരള സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ഉണ്ടായിരിക്കും. കേരള സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉണ്ടായിരിക്കും സ്ഥിരം ക്ഷണിതാക്കളായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം സംബന്ധിച്ച് ഗവർണറെ ശുപാർശ ചെയ്യുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമനം സംബന്ധിച്ച് ഗവർണറെ ശുപാർശ ചെയ്യുന്നതിനായിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാവരും ഉണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തിനാണ്? ഭൂഗർഭജല റീചാർജിനും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്താനാണ്. ഭൂഗർഭജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് പ്രാദേശിക ഉത്തരവാദിത്തവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. ശരിയാണോ? ശരിയാണല്ലേ. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. ഇനി പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലക്ഷ്യം. അതും ശരിയാണ്. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്ക് ഈ പദ്ധതി പ്രദാനം ചെയ്യുന്നു. ശരിയാണ്. 2011 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ലക്ഷ്യം. സാമൂഹ്യം പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്ക് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നു. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കേരള വികസന മാതൃകയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. ശരിയാണ്. കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിൻ്റെ വികസന അനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. അമർത്യ സെന്നും ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിൻ്റെ വികസന അനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ്ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ആര് പറയുന്നു? ജോൺ റാറ്റ്ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുമാണ് പ്രധാനപ്പെട്ട വിമർശനം. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. കേരള വികസന മാതൃകയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രതിശീർഷ വരുമാനമാണ്, എന്നാൽ ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചികയാണ്. അമർത്യ സെന്നും ജീൻ റീസും കൃതികളിലൂടെ കുറേ ഈ വികസന അനുഭവത്തെ പിന്തുണച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ്ക്ലിഫ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, അതിനാൽ തന്നെ ആളുകൾ വിദേശത്ത് പോകാനായിട്ട് തയ്യാറാവണം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? 2024 ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീൺ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള ഗ്രാമീൺ ബാങ്കാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ്? തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കരുത്താണ്. താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും PSC ചെയർമാനെയും മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് ശരിയാണോ? ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാലാവധി, ചെയർമാൻ്റെ കാലാവധി 5 വർഷമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ്. 315 വകുപ്പിലാണ് സ്റ്റേറ്റ് PSCയെ കുറിച്ച് പറയുന്നത്. അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്ന ഗവർണറാണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കുറേ കണ്ടു ഈ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിലെ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയതാരായിരുന്നു? PR ശ്രീജേഷ് ആണ് അല്ലേ. PR ശ്രീജേഷ് ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായിട്ടുള്ള ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി തൊഴിലിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണം? എത്ര ദിവസത്തിനുള്ളിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണം. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിരുന്നത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, പൃഥ്വിരാജ് ആണ് 2024 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്?
2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത് അല്ലേ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ അതുള്ളതായിരിക്കും. എന്താ പറയുന്നത്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരിക്കും. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് വിവരാവകാശ കമ്മീഷൻ വന്നോ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അതുപോലെ തന്നെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവിടുത്തെ കാലാവധി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. 2026 2025 പകുതി വരെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യലേക്ക് കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും കേരള ഗവേണൻസിൻ്റെ PVQ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് മാക്സിമം PC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം PC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഗവേണൻസും നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.